കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാകില്ല എന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പൊതുതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനെ ഇന്ന് കേരളത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ എന്ന് നോക്കാം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇന്ന് എന്തൊക്കെ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ, എന്തൊക്കെ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത്? ഷഫീദ്. ഉന്മേഷ, പ്രധാനമായും പൗരത്വ നിയമം, അതേപോലെ തന്നെ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നുണ്ട്. മാത്രവുമല്ല, അതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള വിമർശനം എന്നതിനപ്പുറത്തേക്ക് മുന്നണികൾ തമ്മിൽ നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള, പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമം, ഇ.ഡി. അന്വേഷണവും അത് കാര്യമായി ചർച്ചയാകുന്നുണ്ട്. കേരളത്തിൽ ആര് ഭരിച്ചാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകില്ലെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇന്ന് നമ്മൾ കണ്ടു. മാത്രവുമല്ല, ഈ CAA-യിൽ കേന്ദ്രത്തിനെതിരെയാണ് ജനവിധി വരികയെന്നും കേരളത്തിൽ UDF LDF ഭരിച്ചാലും പൗരത്വ ഭേദഗതി നടപ്പാക്കില്ലെന്നും ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മാസപ്പടി വിവാദത്തിലെ ഇ.ഡി. അന്വേഷണവും പ്രചാരണ രംഗത്തെ സജീവ ചർച്ചയാണ്. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ മാത്രമല്ല, KC വേണുഗോപാലിന്റെ വീട്ടിലും ഇ.ഡി. എത്തുമെന്ന് ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചു. മാത്രമല്ല, ഈ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂട്ടുകച്ചവടമെന്നും ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഇന്ന് ഉയർന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്താറില്ല എന്ന കെ സുരേന്ദ്രന്റെ പരിഹാസത്തിന് ടി സിദ്ദീഖ് MLA മറുപടിയുമായി ഇന്ന് രംഗത്തെത്തി. മാത്രമല്ല, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ കർണാടക സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിനെ BJP ഇന്ന് എതിർത്തു. അതിന് കെ സുരേന്ദ്രൻ മാപ്പ് ചോദിക്കണമെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്ത ഉൾപ്പെടെയുള്ള മറ്റു പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് CAA അടക്കമുള്ള വിഷയങ്ങൾ ഇന്നും ചർച്ചയാകുന്നു. കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാകില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അങ്ങനെ CAA തന്നെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നും കണ്ടത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. മലപ്പുറം സ്വദേശി MV ഷർഫുദ്ദീനാണ് ഇക്കാര്യത്തിൽ പിടിയിലായത് എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.